പ്രിയ കൂട്ടുകാർക്ക് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നിരവധി നിശ്ചല ചിത്രങ്ങളൊക്കെ അയക്കുന്നതാണല്ലോ. ആ നിശ്ചല ചിത്രങ്ങൾ എങ്ങനെ നമുക്ക് ആനിമേഷൻ രൂപത്തിലാക്കാം, അതായത് അതിനെക്കൊണ്ട് എങ്ങനെ സംസാരിപ്പിക്കാം, അതാണ് നമുക്ക് ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ മൊബൈലിൽ അപ്പോൾ ലഭിക്കുന്നതിന് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെല്ലൈക്കണിലും അമർത്തുക. സ്പീക്ക് പിക് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി സ്പീക്ക് പിക് എന്ന് സെർച്ച് ചെയ്താൽ ഈ ആപ്ലിക്കേഷനാണ് ആദ്യം വരുന്നത്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. സ്പീക്കറിൻ്റെ ഈ ഓപ്ഷനാണ് ആദ്യം സെലക്റ്റായി കിടക്കുന്നത്. നമ്മൾ എന്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താൽ അതിവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനാണ്. 2 നമ്മുടെ വോയിസിനകത്ത് റെക്കോർഡ് ചെയ്ത് കയറ്റി നമുക്കിതിനകത്ത് ചെയ്യാവുന്നതാണ്. 3 ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാനായിട്ടുള്ളതാണ്. 4 സെറ്റിങ്സിൻ്റെയാണ്. അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇംഗ്ലീഷാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അടുത്ത് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ വരുന്നത് ആഡ് ഫേസിൻ്റെ ഒരു ഓപ്ഷൻ. നമുക്ക് ടെക്സ്റ്റ് നമുക്ക് സംസാരിപ്പിക്കേണ്ട വ്യക്തി, അതായത് നമുക്ക് ഗ്യാലറിയിൽ നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഫോട്ടോ എടുത്ത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിവിടെ വീഡിയോയിലൂടെ ബാക്കി കാണിച്ചു തരാം. നെക്സ്റ്റ് നമുക്കിവിടെ വോയിസ് മെയിലാണോ ഫീമെയിലാണോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ചെയ്യാം. അടുത്ത എഫക്റ്റ് കൊടുക്കാം. നമുക്ക് സംസാരിപ്പിക്കുന്ന വ്യക്തിയുടെ നമുക്ക് ഓരോ എഫക്റ്റ് കൊടുക്കാം. കുറേ എഫക്റ്റിനകത്തിലുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് എഫക്റ്റ് കൊടുക്കാം. ഒരു എഫക്റ്റ് വേണമെന്നുള്ള നോ എഫക്റ്റ് കൊടുത്താൽ മതിയാവും. നമുക്ക് സെലക്ട് ചെയ്ത ഒരു ഇമേജ് ഇവിടുന്ന് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഡയറക്റ്റ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം. നമുക്കിവിടെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഗ്യാലറിയിലേക്ക് ഡയറക്റ്റ് ഷെയർ ആവുകയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്നൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. ഹലോ ഹൗ ആർ യു. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് ഇത് വരുന്നതെന്ന്. Hello, how are you? Hello, how are you? നമുക്ക് ഇനിയും ഇവിടെ നിന്നും ഒരു ഇമേജിനകത്തിൽ ആഡ് ചെയ്യാം. അതിൽ ആഡ് ഫേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജാണിത്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് പ്ലേ ചെയ്ത് നമുക്കൊന്ന് കേൾക്കാം. Hello, how are you? Hello, how are you? Hello, how are you? ഇപ്പോൾ ഈ ചെയ്ത പോലെ നമുക്ക് ഇവിടെ നിന്ന് ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ ഫോട്ടോ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗ്യാലറിയിൽ നിന്ന് ഇമേജ് സെലക്ട് ചെയ്ത് ചെയ്യാം. ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോഴത്തേത് ഷെയർ ചെയ്യാനുള്ളതാണ്. ഗ്യാലറിയിൽ നിന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഞാനൊന്ന് കാണിച്ചു തരാം. ഗ്യാലറിയിൽ പോവുക. നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോജി, നമ്മുടെ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ഇമേജ് എന്നത് ഞാനിപ്പോൾ ജസ്റ്റ് ഇമേജ് കാണിച്ചു തരികയാണ്. ഈ ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. Hello, how are you? Hello, how are you? ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഏത് ഇമേജ് നമുക്ക് സംസാരിപ്പിക്കാനായിട്ട് സാധിക്കും. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള കമൻറ്റ്സ് ഇതിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടുതൽ വീഡിയോ നമുക്ക് അപ്പോൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക.